മീനമാസ പൂജകൾക്കും ക്ഷേത്ര തിരുഉത്സവത്തിനുമായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി വി.എൻ. വാസുദേവൻ നമ്പൂതിരിയാണ് നട തുറക്കുക. നാളെ രാവിലെ 7:30-നാണ് ഉത്സവ കൊടിയേറ്റ്. പമ്പയിൽ നിന്ന് എസ് ശരൺ ചേരുന്നു. ശരൺ, 10 ദിവസത്തെ പൂജകൾ ഉണ്ട്. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായിട്ടും രേണുക, 10 ദിവസത്തേക്കാണ് നട തുറക്കുന്നത്. ഏതായാലും ഈ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ഇതിനകം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. മേൽശാന്തി വി.എൻ. വാസുദേവൻ നമ്പൂതിരിയാണ് നട തുറക്കുന്നത്. അതിനുശേഷമാണ് പ്രസാദ ശുദ്ധിക്രിയകൾ നടക്കുന്നത്. 7 മണിയോടുകൂടിയാകും പ്രസാദ ശുദ്ധിക്രിയകൾ തുടങ്ങുക. അത് അവസാനിക്കുന്ന വേളയിലാകും ഹരിവരാസനം പാടി നടയടയ്ക്കുക. ഏതായാലും നാളെ രാവിലെ 7:30-ക്കാണ് കൊടിയേറ്റ് നടക്കുന്നത്. അതായത് തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുക. 10 ദിവസത്തെ ഉത്സവ ആണ് പ്രധാനമായും ശബരിമലയിൽ നടക്കാൻ പോകുന്നത്. അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമുള്ള അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വരും മണിക്കൂറുകൾ മാത്രമേ അയ്യപ്പ ഭക്തരുടെ വലിയൊരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസം കുംഭമാസ പൂജകൾക്കായിട്ട് നട തുറന്നപ്പോൾ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിട്ടിരുന്നില്ല. എന്നാൽ നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർക്ക് നേരിട്ട് പമ്പയിൽ വന്ന് ഇറങ്ങി തന്നെ സന്നിധാനത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഉച്ചയ്ക്ക് ശേഷം മാത്രമേ, അതായത് 12 മണിക്ക് ശേഷം മാത്രമേ അയ്യപ്പ ഭക്തരെ പമ്പയിലെ ഗാർഡ് റൂമിന് സമീപത്ത് നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള നട തുറക്കലിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ശരണാണ് വിവരങ്ങൾ.